ശിവഭഗവാന്റെ കണ്ണുകളായി വിളങ്ങുന്ന രുദ്രാക്ഷത്തെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണിത്. ഈ രുദ്രാക്ഷം എന്ന് പറയുമ്പോൾ അത് എത്ര മുഖങ്ങളുണ്ട്, ഇതിൽ എത്ര മുഖമുള്ളതാണ് അണിയേണ്ടത്, ഇത് അണിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഫലം കിട്ടുമെന്നതുള്ളത്, അതിനെപ്പറ്റിയൊക്കെ പലർക്കും പല സംശയങ്ങളും പല അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ മൂലം അറിയാം. പൊതുവായിട്ട് പറയുമ്പോൾ ഈ രുദ്രാക്ഷത്തിൽ മുഖത്തെ എണ്ണുന്നത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളൊരു രുദ്രാക്ഷത്തെ കയ്യിലെടുത്ത് നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും. അതിൽ ഓരോരോ കോഡുകൾ കാണാം. ആ ഓരോ കോഡുകളുമാണ് മുഖമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓരോ കോഡിനെയും എണ്ണി നോക്കുമ്പോൾ എത്ര കോഡുകളുണ്ടോ അതാണ് അതിൻ്റെ മുഖങ്ങളായി കരുതുന്നത്. അപ്പോൾ എല്ലാ രുദ്രാക്ഷവും പൊതുവായ ഫലങ്ങളെ നമുക്ക് തരും. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മൂലം പറയാൻ പോകുന്ന ഈ ഫലങ്ങളെക്കാളും അധികമായ ഫലങ്ങളും ഈ രുദ്രാക്ഷം നമ്മൾക്ക് തരും. പക്ഷേ ഓരോ മുഖത്തിനും ഓരോ തനിപ്പെട്ട ഫലമുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഒരു മുഖ രുദ്രാക്ഷത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് റെയറായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു മുഖ രുദ്രാക്ഷം ഇത് തൊട്ട് നമസ്കരിച്ചാലേ നമ്മുടെ പാപങ്ങൾ പോകുമെന്നാണ് പറയുന്നത്. രണ്ട് മുഖ രുദ്രാക്ഷം എന്താണെന്ന് നോക്കിയാൽ ഈ രുദ്രാക്ഷം അർദ്ധനാരീശ്വര സ്വരൂപത്തിന് സമമാണ്. ഇത് ചന്ദ്രഗ്രഹണത്തോട് ബന്ധപ്പെട്ട ഒരു രുദ്രാക്ഷമാണ് ഈ രണ്ട് മുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത്. കൊടിയ പാപങ്ങളെ നീക്കാനുള്ള കഴിവ് ഈ രണ്ട് മുഖ രുദ്രാക്ഷത്തിനുണ്ട്. സമ്പത്ത്, മനസമാധാനം, കുണ്ടലിനി ശക്തി ഉയർത്താനുള്ള ആ ഒരു കഴിവ്, തന്മ, ഇതെല്ലാം ഈ രണ്ട് മുഖ രുദ്രാക്ഷത്തിനുണ്ട്. അപ്പോൾ അടുത്തത് മൂന്ന് മുഖ രുദ്രാക്ഷമാണ്. സോമൻ, സൂര്യൻ, അഗ്നി എന്ന് പറയുന്ന ഈ മുക്കണ്ണൻ ആകൃതിയോട് കൂടിയതാണ് മൂന്ന് മുഖ രുദ്രാക്ഷം. ഇത് അഗ്നിക്ക് അധിപതിയായി നിലകൊള്ളുന്ന രുദ്രാക്ഷമാണ്. ചൊവ്വാഗ്രഹത്തിനോട് ബന്ധമുള്ളതാണ് ഇത്. ആത്മീകത്തിൽ ഒരു ഉയർന്ന നിലയെ കൊണ്ടുവന്ന് തരാൻ കഴിയുന്ന രുദ്രാക്ഷമാണ് മൂന്ന് മുഖ രുദ്രാക്ഷം. നാല് മുഖ രുദ്രാക്ഷം എന്താണെന്ന് നോക്കിയാൽ ഇത് ബ്രഹ്മാവിനെ കുറിക്കുന്ന രുദ്രാക്ഷമാണ്. ഭക്തി, സമ്പത്ത്, സന്തോഷം, മോക്ഷം ഇതെല്ലാം തരുന്നത് ബുദ്ധികൂർമ്മതയെ വർദ്ധിപ്പിക്കാനുള്ള കഴിവ്. അപ്പോൾ ഇതെല്ലാം ഈ രുദ്രാക്ഷത്തിനുണ്ട്. ബുധൻ ഗ്രഹത്തിനോട് ബന്ധപ്പെട്ടതുകൊണ്ട് കവികൾ, ചിത്രകാരന്മാർ, അങ്ങനെ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ നാല് മുഖ രുദ്രാക്ഷം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് അഞ്ച് മുഖ രുദ്രാക്ഷമാണ്. ഇത് കാലാഗ്നി രുദ്രരൂപത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രുദ്രാക്ഷമാണ് ഈ അഞ്ച് മുഖ രുദ്രാക്ഷം. ഇത് ഈശാനം, തത്പുരുഷം, അഘോരം, വാമദേവം, സത്യജാതം എന്നിങ്ങനെ പഞ്ചമുഖങ്ങളെ കുറിക്കുന്നതാണ്. ഗുരുഗ്രഹത്തോട് ബന്ധപ്പെട്ട ഒരു രുദ്രാക്ഷമാണിത്. പൊതുവായിട്ട് ഈ അഞ്ചുമുഖ രുദ്രാക്ഷം ആര് വേണമെങ്കിലും അണിയാം. പാപം തീർക്കും, ശിവകടാക്ഷത്തെ തരും. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആറുമുഖ രുദ്രാക്ഷം. ഈ ആറുമുഖ രുദ്രാക്ഷം മുരുകഭഗവാന്റെ അടയാളങ്ങളിലായി കാണാം. ശുക്രഗ്രഹത്തിനോട് ബന്ധപ്പെട്ടതാണ് ഈ ആറുമുഖ രുദ്രാക്ഷം. ബ്രഹ്മഹത്യാ പാപം എന്ന കൊടുംപാപത്തെ മാറ്റുന്ന അത്രയ്ക്കളവിൽ പുണ്യമായ ഒരു രുദ്രാക്ഷമാണ് ആറുമുഖ രുദ്രാക്ഷം. പ്രശസ്തി ഉണ്ടാവും, ബുദ്ധി ഉണർവുണ്ടാകും. ഇങ്ങനെ പല തന്മകളുള്ളതാണ് ഈ ആറുമുഖ രുദ്രാക്ഷം. ഏഴുമുഖ രുദ്രാക്ഷം എന്ന് പറയുമ്പോൾ ഈ ഏഴുമുഖ രുദ്രാക്ഷം ആദിശേഷൻ്റെ സങ്കല്പമാണ്. സപ്തകന്യകമാരുടെ അനുഗ്രഹങ്ങളെ വാങ്ങിത്തരാനുള്ള കഴിവ് ഈ ഏഴുമുഖ രുദ്രാക്ഷത്തിനുണ്ട്. നാഗദോഷങ്ങളെ നീക്കാനുള്ള ശക്തിയും ഈ രുദ്രാക്ഷത്തിനുണ്ട്. യോഗശക്തിയെ നമ്മുടെ ഉള്ളിൽ അധികമായി വർദ്ധിപ്പിക്കുവാനുള്ള കഴിവും ഈ ഏഴുമുഖ രുദ്രാക്ഷത്തിനുണ്ട്. അടുത്തതായിട്ട് എട്ടുമുഖ രുദ്രാക്ഷമാണ്. ഈ രുദ്രാക്ഷം അഷ്ടഗണപതിയും കുറിക്കുന്നതാണ്. അതായത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം തരുന്ന ഒരു രുദ്രാക്ഷമാണ് ഈ എട്ടുമുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത്. ഇത് രാഹു എന്ന ഒരു ഗ്രഹത്തെ അണിയുമ്പോൾ അഷ്ടവസുക്കളും അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അഷ്ടമാസിദ്ധികളെയും തരാൻ കഴിയുന്ന ഒരു രുദ്രാക്ഷമാണ് ഈ എട്ടുമുഖ രുദ്രാക്ഷം. അഷ്ടലക്ഷ്മികളും അനുഗ്രഹിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് 9 മുഖ രുദ്രാക്ഷമാണ്. ഇത് നവഭൈരവർ, അതായത് അഷ്ടഭൈരവർ എന്ന് കേട്ടിട്ടില്ലേ? ഈ അഷ്ടഭൈരവർ അടയാളം കാട്ടിയ ഭൈരവരെ മഹാഭൈരവർ എന്ന് പറയും.
അപ്പോൾ 9 ഭൈരവർ. ഈ നവഭൈരവരുടെ അനുഗ്രഹം തരുന്നതാണ് ഈ 9 മുഖ രുദ്രാക്ഷം. കേതു എന്ന ഗ്രഹത്തോട് ബന്ധപ്പെട്ടതാണ് ഈ 9 മുഖ രുദ്രാക്ഷം. നവഗ്രഹദോഷങ്ങളെ നീക്കാനും സിദ്ധിമുക്തിയെ തരാനും ഈ 9 മുഖ രുദ്രാക്ഷത്തിന് കഴിയും. ഈ രുദ്രാക്ഷം കഴുത്തിനേക്കാളിലും നമ്മൾ ധരിക്കേണ്ടത് ഇടത് മണിക്കെട്ടിൽ ധരിച്ചാലാണ് അധിക ഫലം കിട്ടുന്നത്. അടുത്തത് 10 മുഖ രുദ്രാക്ഷമാണ്. ഈ 10 മുഖ രുദ്രാക്ഷം മഹാവിഷ്ണുവിൻ്റെ രൂപമായി പറയപ്പെടുന്നു. ഈ ഭൂതപ്രേത പിശാചുക്കൾ എന്നെല്ലാം കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള ഭയങ്ങളെ കളയാനുള്ള തന്മ ഈ രുദ്രാക്ഷത്തിനുണ്ട്. അതേപോലെ ആപത്തുകൾ നമ്മളിൽ നിന്നും നീക്കാനുള്ള കഴിവും ഈ 10 മുഖ രുദ്രാക്ഷത്തിന് ഉണ്ട്. 11 മുഖ രുദ്രാക്ഷമാണ് അടുത്തത്. ഇത് ഏകാദശ രുദ്രരൂപം എന്ന് പറയും. ഇത് അശ്വമേധ യാഗം ചെയ്തതിൻ്റെ ഫലത്തെ തരുന്ന ഒരു ഉയർന്ന നിലയിലുള്ള രുദ്രാക്ഷമാണ്. ശിവജ്ഞാന സിദ്ധിയെ നമുക്ക് തരും. 11 മുഖങ്ങൾ വരേക്കും നമ്മൾക്ക് സാധാരണയായിട്ട് കിട്ടും. 21 മുഖങ്ങൾ അപൂർവമായിട്ട് കിട്ടും. മൊത്തം 38 വകയായിട്ടുള്ള രുദ്രാക്ഷം ഈ ഭൂമിയിലുണ്ട്. ഇതിൽ 1 മുഖം, 11 മുഖം, 8 മുഖം, 9 മുഖം, 7 മുഖം ഇവയെല്ലാം വില അധികമായിട്ട് കൊടുത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. എന്താണെന്നാൽ ഇതെല്ലാം കൈകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്നതല്ല. ഇതെല്ലാം പ്രകൃതിയിലെ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾക്ക് റെയറായിട്ട് മാത്രമേ നമ്മുടെ കൈവശം വരികയുള്ളൂ. അതേപോലെ ഗൗരീശങ്കരം എന്ന ഒരു രുദ്രാക്ഷവുമുണ്ട്. 2 രുദ്രാക്ഷം ഒന്നായി ഒട്ടി കാണാൻ പറ്റും. ഇത് അമ്മയും അച്ഛനും 2 പേരും ഒന്നിച്ച് കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് തരുന്നത്. അമ്മയും അച്ഛനും നമ്മുടെ കൂടെ ഇരുന്നാൽ, ശിവനും പാർവതിയും നമ്മുടെ കൂടെ ഇരുന്നാൽ എത്രയധികം നന്മയുണ്ടാകും നമുക്ക്. അത്രയും നന്മകൾ ഈ ഗൗരീശങ്കര രുദ്രാക്ഷം അണിയുമ്പോൾ നമ്മൾക്ക് കിട്ടും. ഇതെല്ലാം അപൂർവമായിട്ടേ കിട്ടുകയുള്ളൂ. വില അധികമാണെന്ന് പറയുന്നു. എന്നാൽ ഞങ്ങൾക്കിത് ആശയായിരിക്കുന്നു, ഞങ്ങൾക്കിത് അണിയാൻ, ഇതെല്ലാം ഞങ്ങൾ ധരിക്കണം. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിനാണ് 5 മുഖം 6 മുഖം എന്ന രുദ്രാക്ഷമുള്ളത്. ഇത് വിലയും കുറവാണ്. മിക്കവാറും എല്ലാ കടകളിലും ഇത് സുലഭമായിട്ട് കിട്ടുന്ന ഒരു രുദ്രാക്ഷമാണ്. ആർക്ക് വേണമെങ്കിലും ഇത് ധരിക്കാവുന്നതാണ്. ഇതുവഴി എല്ലാ ഫലങ്ങളും ഈ 5 മുഖ രുദ്രാക്ഷത്തിൽ കൂടെ നമ്മൾക്ക് കിട്ടും. അതിനാൽ വില അധികമായിരിക്കുന്നെന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. 5 മുഖ രുദ്രാക്ഷം എല്ലാവർക്കും അണിയാം. അതിന് യാതൊരു തടസ്സങ്ങളുമില്ല. രുദ്രാക്ഷം അണിയാൻ ഇതെല്ലാം ചെയ്യണം എന്നുള്ള ഒരു പരിധിയോ പരിമിതികളോ ഇല്ല. എല്ലാവർക്കും വേണമെങ്കിലും ഈ രുദ്രാക്ഷം അണിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ തന്നത്. അപ്പോൾ ഇതിനോട് സംബന്ധിച്ച അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം. അടുത്ത വീഡിയോയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ഈ ഏത് രുദ്രാക്ഷം ധരിക്കാം എന്നതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ കാണാം. അതുകൊണ്ട് വീഡിയോ എല്ലാവരും തുടർച്ചയായി കാണാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.